പ്രിയ സുഹൃത്തുക്കളെ, മെറ്റനോയ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഇന്ന് ഇവിടെ ഇനാഗുറേറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു ക്രിസ്ത്യൻ ചാനലാണിത്. ഇതിൻ്റെ മീനിങ്ങിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഗ്രീക്ക് വേർഡാണ് മെറ്റനോയ എന്ന് പറയുന്നത്. ഗ്രീക്ക് വേർഡ്, അതിൻ്റെ അർത്ഥം ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹാർട്ട്, ഹൃദയത്തിൻ്റെ രൂപാന്തരം എന്ന് പറഞ്ഞ ഒന്നാണ്. ഇതിനകത്ത് നമ്മൾ അതിൻ്റെ മീനിങ് കൂടുതൽ വിശകലനം ചെയ്യുമ്പോൾ അനുതാപത്തിലേക്ക് നമ്മളെ നടത്തുന്നതും നമ്മുടെ മനസ്സിനെ ഒരു റാഡിക്കൽ ചേഞ്ച്, ഒരു പൂർണ്ണമായ രൂപാന്തരം വരുത്തുന്നതുമായിട്ടുള്ള ഒരു ചാനലാണ് മെറ്റനോയ മിനിസ്ട്രീസ് ചാനൽ. യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. യേശുക്രിസ്തുവിൻ്റെ മൈൻഡ് നമ്മൾ വരാനായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയുവാനായിട്ടും ഇത് നമ്മളെ ഇടവരുത്തും. മെറ്റനോയ എന്ന് പറയുന്ന ഡെയിലി വരുന്നൊരു ചാനലാണ്. എല്ലാ ദിവസവും ഇതിൻ്റെ സംക്ഷേപണം, ടെലികാസ്റ്റ് വൈകിട്ട് 9 തൊട്ട് 10 വരെയുള്ള സമയങ്ങളിൽ യൂട്യൂബിൽ ഇത് ലൈവായിട്ട് വരുന്നതാണ്. നിങ്ങൾക്കത് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനോട് ചേർന്നുള്ള ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇമെയിലുണ്ട്. ഇമെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അയക്കാം. അതുപോലെ ഫോൺ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. ഇതൊരു സഭയുടെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിനോമിനേഷൻ്റെ ഒരു പ്രസ്ഥാനമൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിലെ ബൈബിള് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബൈബിളിലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡോക്ട്രിൻസ് ഉണ്ട്. അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുകയാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഇത് കാണുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ രൂപാന്തരം, അകത്ത മനുഷ്യൻ്റെ രൂപാന്തരത്തിന് സാധ്യമാകും. അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമ്മൾ അതിൽ നിന്നൊക്കെ പല അഡിക്ഷൻസ് അല്ലെങ്കിൽ പലതായിട്ടുള്ള ജീവിതത്തിലെ പരിചയങ്ങൾ, നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന തെറ്റായിട്ടുള്ള ചിന്തകൾ, അതിൽ നിന്നെല്ലാം വലിയൊരു റിലീസ് ഇത് മുഖാന്തരം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പ്രാർത്ഥനയോടുകൂടി നിങ്ങളിത് അറ്റൻഡ് ചെയ്യും. ഇതിനകത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യും. അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ ഇത് വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്നവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉണ്ടാകാനായിട്ട് ഇടവരും. ഇത് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ വിശ്വസിച്ച് വരികയും പല കാര്യങ്ങളും നമ്മുടെ പരിചയം വെച്ചും നമ്മൾ ഇതുവരെയും ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്തതും ഒക്കെ വെച്ച് അനുസരിച്ച് നമ്മൾ പോവുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതങ്ങൾ. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണ്. ചില കാര്യങ്ങളൊക്കെ ഞാനും അതുപോലൊക്കെ തന്നെ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ ശരിയാണെന്ന് വിചാരിച്ചത് ദൈവവചനം എടുത്ത് നമ്മൾ അപഗ്രഹിച്ച് പഠിക്കുമ്പോൾ അത് തന്നെ ശരിയല്ല, ചിലതൊക്കെ തെറ്റാണ്, ഞാൻ തിരുത്തേണ്ടതുണ്ടെന്ന് ദൈവം കാണിച്ചു തന്നു. അതനുസരിച്ച് ഞാൻ വിശ്വസിച്ചു വരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുകയും അതിൽ നിന്ന് മാറാനായിട്ട് ഇടവരികയും ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ അനുതാപം, റിപ്പൻറ്റ് ചെയ്യുക, ചില കാര്യങ്ങൾ റിപ്പൻറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന അനുഭവം. പ്രത്യേകിച്ചും നമ്മൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ ഉറയ്ക്കുകയും അതുപോലെ നമ്മളെ ബെയർ ഫ്രൂട്ട്, ഫലം കായ്ക്കുന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് മെറ്റനോയ ആൻഡ് ഫെയ്ത്ത്, വിശ്വാസവും റിപ്പൻറ്റൻസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹാർട്ട്, ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട ഏറ്റവും ആവശ്യമാണ്. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണ് മെറ്റനോയ മിനിസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോഴേ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ള ചോദിക്കും, എന്താണ് ഇതിൻ്റെ പർട്ടിക്കുലർ പർപ്പസ് അല്ലെങ്കിൽ ഇതിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം എഫേസ്യർ 4:12-13 വാക്യങ്ങളാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്: എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയവർദ്ധനയ്ക്കും ആകുന്നു. ശരിക്കും
ഒരു ആളിനെ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കർത്താവിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ ആകണം എന്നാണ് യേശു, ദൈവം ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്: ടു പ്രിപ്പയർ ഗോഡ്സ് പീപ്പിൾ ഫോർ വർക്ക്സ് ഓഫ് സർവീസ് സോ ദാറ്റ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് മേ ബി ബിൽറ്റ് അപ്പ് until we all reach unity in faith and in the knowledge of the Son of God and become mature, attaining the whole measure and the fullness of Christ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ, അതിനുവേണ്ടി എല്ലാവരും ഒരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടാണ് ഈ മിനിസ്ട്രി, ഈ മെറ്റനോയ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ ഈ ശുശ്രൂഷ ആരംഭിച്ചത്. ഇതിനകത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനു മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഫേസ്ബുക്ക് വഴി ഡെയിലി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം എല്ലാ ദിവസവും രാവിലെ അയക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഒരുപാട് പേര് വായിക്കുകയും അത് അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അത് ഒരു വർഷത്തിന് മുമ്പ് നിർത്തിയിട്ട് അത് വീഡിയോ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അത് ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഒരു വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുകയും അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു. അത് അത് യഥാർത്ഥമായി തീരുവാനായിട്ട് ഇടവന്നു. അതുകൊണ്ട് ഇത് അനേകം ആൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, പ്രയോജനപ്പെടും, അത് സീരിയസ് ആയിട്ട് അത് എടുക്കുന്നവർക്ക് പ്രയോജനപ്പെടും. നമുക്കിതിനകത്ത് ഞങ്ങൾ കവർ ചെയ്യാൻ ടോപ്പിക്സുകളൊക്കെ പ്രധാനമായിട്ട്: 1 ഫെയ്ത്ത്, വിശ്വാസം; 2 ഗോഡ്, ദൈവം; 3 യേശുക്രിസ്തു, ജീസസ്; 4 സ്ക്രിപ്ചേഴ്സ്; ഇങ്ങനെ 5 സാൽവേഷൻ. ഇങ്ങനെ തുടർമാനമായി ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇതിൽ കൂടി കൈകാര്യം ചെയ്യും. ഇതെല്ലാം മെയിനായിട്ടും ഡോക്ടറലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ഡോക്ടറലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും ആശയ വ്യത്യാസമോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഇമെയിൽ ID നിങ്ങൾക്ക് ലെറ്റർ അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇനിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ മുഖവരിയായിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ ഇന്ന് ആരംഭിക്കാനായിട്ട് ചിന്തിക്കാം. എല്ലാ മനുഷ്യർക്കും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനൊരു ചൊല്ലുണ്ട്: വിശ്വാസമല്ലേ അതല്ലേ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ചില ആളുകൾ പറയുന്നത് കേട്ടുണ്ട്: നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കട്ടെ, നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ വിശ്വാസം എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, നിങ്ങൾക്ക് ക്രിസ്ത്യൻസിനൊക്കെ ഒരു അന്ധമായ വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, നിങ്ങളങ്ങ് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയാണ്. എന്നാൽ അതാണോ വിശ്വാസം? അന്ധമായിട്ടുള്ള വിശ്വാസമാണോ വിശ്വാസം? ക്രിസ്തീയ വിശ്വാസം അങ്ങനെയാണോ എന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ തരുണത്തിൽ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നു. വിശ്വാസത്തിന് ഇംഗ്ലീഷിൽ 2 രീതിയിൽ അത് പറയാം. ഒന്ന് ഫെയ്ത്ത് എന്ന് പറയാൻ നൗൺ പറയാം, ടു ബിലീവ് എന്ന് പറഞ്ഞ വെർബ് വിശ്വസിക്കുക എന്ന് പറയുന്നു. ഇത് രണ്ടാണ്. ബിലീവ് ആൻഡ് ഫെയ്ത്ത് രണ്ടാണ്. ബിലീഫ് ആശയ സംഹിതകളുടെ ഒരു ഫൈനാലിറ്റിയാണ് ഫെയ്ത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ബിലീവ് എന്ന് പറഞ്ഞാൽ ആർക്കും എന്തും വിശ്വസിക്കാം. ആർക്കും എന്താ വിശ്വസിക്കാതിരിക്കാം, വിശ്വസിക്കാം, എന്ത് വേണമെങ്കിലും ആർക്കും ചെയ്യാം. അതിനാണ് ടു ബിലീവ് എന്ന് പറയുന്നത്. അതിന് ഈ ബൈബിൾ പ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ബിലീവർ എന്ന് പറയുന്നതും ഡിസൈപ്പിൾ എന്ന് പറയുന്നതും രണ്ടാണ്. ബിലീവർ എന്ന് പറഞ്ഞാൽ ഒരു നോളജ്, ഒരു അറിവ് കിട്ടി, അവൻ വിശ്വസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഡിസൈപ്പിൾ എന്ന് പറയുമ്പോൾ അത് ഫോളോ ചെയ്യാനായിട്ടുള്ള, ആ ബിലീഫ് സിസ്റ്റത്തെ ഫോളോ ചെയ്യാനുള്ള താല്പര്യത്തിൽ അതനുസരിച്ച് വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഡിസൈപ്പിൾ എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് മാത്രമേ ആവുന്നുള്ളൂ ബിലീഫ് എന്ന് പറയുന്നത്. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ തലയിലുള്ള വിശ്വാസമുണ്ട്, ഹൃദയത്തിലുള്ള വിശ്വാസമുണ്ട്. ഒരു കാര്യം കണ്ടാലേ വിശ്വസിക്കാൻ പറ്റും എങ്കിൽ ഇപ്പോഴും കണ്ടാലും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ കൊണ്ടുചെന്നിരിക്കുന്നത്. നമുക്കറിയാം, റോബോട്ടിക് ലാംഗ്വേജ് റോബോട്ട്സ് ഒക്കെ ഇപ്പോഴേ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. ബാങ്കുകളിൽ ചെന്നാൽ റോബോട്ട്സ് നമ്മളെ റിസീവ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് സോഫിയ എന്ന് പറയുന്ന റോബോട്ട് ഈവൻ ഇമോഷൻസ് കൂടി ഉണ്ട്, വികാരങ്ങൾ കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു റോബോട്ട് വന്ന് ഒരു പ്രസൻറ്റേഷൻ നടത്തിയാൽ നമ്മൾ ഒരു വ്യക്തിയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ഉള്ള രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് നമ്മളിരിക്കുന്നത്. അത് എന്താണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ ഫെയ്ത്ത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആളുകളിടയിൽ ഒരുപാട് കൺഫ്യൂഷനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിശ്വാസം അല്ലേ കാര്യം എന്ന് പറഞ്ഞിട്ട് ബ്ലൈൻഡായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് പലപ്പോഴും കാണാം. എന്നാൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ളതാണ്. ഫെയ്ത്ത് ഈസ് ദ കോൺഫിഡൻസ് ഓഫ് തിങ്സ് ഹോപ്പ് ഫോർ ആൻഡ് ദ എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവുന്നു എന്ന് ബൈബിള് പറയുന്നു. ഇറ്റ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ്. എൻ്റെ മനസ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ദാറ്റ് ഈസ് സീയിങ് തിങ്സ് ഇൻവിസിബിൾ. കാണാൻ വയ്യാത്ത കാര്യങ്ങൾ കാണുന്ന ഒന്ന്. അതുകൊണ്ട് കാണാൻ വയ്യാത്ത കാര്യം എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമുക്ക് അങ്ങനെ ഒരു ദൃഷ്ടിയുണ്ടോ? ഫെയ്ത്ത് ഈസ് ദ ഡിവൈൻ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ദാനമാണ് ഫെയ്ത്ത്. ഇറ്റ് ഈസ് എൻ്റർലി ഡിഫറെൻറ്റ് ഫ്രം ദ ബിലീവ്. ഫെയ്ത്ത് എപ്പോഴും ഫാക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം. ബ്ലൈൻഡായിട്ടുള്ളൊരു ഫെയ്ത്ത് അല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കണം. അത് ഫാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തൊരു ഫെയ്ത്ത്, ഒരു വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നമ്മൾ മറന്നുപോകാൻ. ബൈബിളിൽ വേറൊരു വാക്യം പറയുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ഒരു വാക്യം, 1-2 വാക്യങ്ങളിൽ, ജീസസ് ഈസ് ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. പൂർത്തി വരുത്തുന്നവൻ ആയിട്ടുള്ള ക്രിസ്തു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തു. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത്, ബൈബിള് പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൽ ഉള്ള വിശ്വാസമാണ് വിശ്വാസം. ഇനി നമ്മളത് അതിൻ്റെ ഡീറ്റെയിലേക്ക് കുറച്ച് ചിന്തിക്കുകയാണ്, ലോജിക്കായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ പറയും വിശ്വാസവും ഈ കാലങ്ങളിൽ ശാസ്ത്രയുഗത്തിലെ വിശ്വാസത്തിന് എന്താണ് പ്രത്യേകത, വിശ്വാസത്തിന് എന്താണ് പ്രാധാന്യം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നത്, നമ്മളും പഠിക്കുന്നത്, നമ്മളോട് ചോദിക്കുകയാണ്, എവിടാണ് സൂര്യൻ ഉദിക്കുന്നത്? വേർ ഡസ് ദ സൺ റൈസ്? എവിടാണ് സൂര്യൻ ഉദിക്കുന്നത്? എല്ലാവരും പറയും കിഴക്ക് ആണ് സൂര്യൻ ഉദിക്കുന്നത്. വേർ ഡസ് ദ സൺസെറ്റ്? ദ സൺസെറ്റ് അറ്റ് ദ വെസ്റ്റ്. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നു. ഓക്കെ. എന്നാൽ ശാസ്ത്രം പറയുന്നത് സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. സൂര്യൻ സ്റ്റാറ്റിക് ആണ്, മൂവ് ചെയ്യുന്നില്ല. ഭൂമിയാണ് മൂവ് ചെയ്യുന്നത്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ മൂവ് ചെയ്യുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ നമുക്ക് തോന്നുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കാണുന്നത് എന്താണ്? സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമാണ്. അതിൽ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല എന്ന്? നിങ്ങളുടെ ജോഗ്രഫി ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രം പറയുന്നു സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കണ്ടു. എന്നാൽ നിങ്ങളുടെ വിശ്വാസം സൂര്യൻ ഉദിക്കുന്നത് നിങ്ങൾ കാണുന്നതാണ്. എന്നാൽ ശാസ്ത്രം പറയുന്നു സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല. അതിന് പകരമായി സൂര്യൻ അവിടെ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്നു, ഭൂമി കറങ്ങുന്നു എന്നുള്ളത്. അപ്പോഴേ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നതിന് നിങ്ങൾ കാണുന്നതിന് ഉപരിയായിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നു ഒരു ഭാഗമാണത് വരുന്നത്. എന്നാൽ അതുകൊണ്ട് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ എങ്ങനെ വിശ്വസിക്കുന്നു ചോദിച്ചാൽ, ശാസ്ത്രം പറഞ്ഞിട്ട് ദൈവത്തെ വിശ്വസിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അതിനുപരിയായിട്ട് ദൈവം ഉണ്ടേ എന്ന്, ദൈവം ജീവിക്കുന്നു എന്നും അവനിലേക്ക് വരുന്നവർ വിശ്വസിക്കണം എന്നാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത്.
അതുകൊണ്ട് ഈ വിശ്വാസം ഈ ദിവസങ്ങളിൽ നമ്മൾ വർദ്ധിച്ചു വരുവാനായിട്ട് ഇടവരണം. ഈ ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും. ഇന്നത്തെ നമ്മുടെ സമയം അതിക്രമിച്ചു വരുന്നു. നമ്മുടെ സമയം വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ട് സമയമായി. അതുകൊണ്ട് ഇന്ന് ഞാൻ ആമുഖം മാത്രമേ പറഞ്ഞുള്ളൂ. വിശ്വാസത്തിൻ്റെ അളവുകളിലേക്ക് കയറിയില്ല. അതിനി നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് പറയാം. എന്നാൽ ഒരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ നാളുകളിൽ വിശ്വാസം നമ്മൾ വർദ്ധിച്ചു വരേണ്ട ഏറ്റവും ആവശ്യമാണ്. കാരണം ഈ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസവും ആഴമായിട്ടുള്ള വിശ്വാസവും വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ ഒരു സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുന്നത്. അത് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, ഞാനിവിടെ പറയുന്ന കാര്യങ്ങളിലെല്ലാം ബേസിസ് ആയിട്ട് നമ്മൾ സ്ക്രിപ്ചർ അല്ലെങ്കിൽ ദൈവവചനമാണ് സ്റ്റാൻഡേർഡായിട്ട് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവവചനം സ്റ്റാൻഡേർഡായിട്ട് എടുത്തിരിക്കുന്നതെന്നും അടുത്ത പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് ഈ പ്രാർത്ഥിക്കാനായിട്ട് ഒരു മിനിറ്റ് നമുക്കെടുക്കാം. നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യ വിഷയങ്ങളും ഒക്കെ കാണും. അതിനെല്ലാം നിങ്ങൾ എന്നോട് ഒപ്പം പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾക്ക് അതിന് വലിയൊരു ഡെലിവറൻസ് കിട്ടും. അത് വലിയൊരു വ്യത്യാസം വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ, പ്രയാസങ്ങളിലിരിക്കുന്നവരെ, ചില അഡിക്ഷൻസിലിരിക്കുന്നവരെ, ചില ബുദ്ധിമുട്ടുകളുള്ളവരെ, അവരൊക്കെ ഇതൊക്കെ കാണുന്നവരെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം വലിയൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ തരുന്നതായിട്ട് ഈ ദിവസങ്ങൾ നമുക്ക് മനസ്സിലാവും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. നിൻ്റെ വചനം പഠിക്കുവാനായിട്ട് കർത്താവേ, ഈ ശുശ്രൂഷയെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റനോയ ഈ ശുശ്രൂഷ കർത്താവെ രൂപാന്തരപ്പെടുത്തുന്നൊരു ശുശ്രൂഷയായി തീരുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ. ഞങ്ങളതിൻ്റെ ആദ്യ പാഠങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കർത്താവെ അത് ഞങ്ങളുടെ ഹൃദയങ്ങൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുകയും കർത്താവെ ഞങ്ങൾക്ക് രൂപാന്തരം തരികയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രോഗികളായിരിക്കുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, വേദനകളിലിരിക്കുന്നവരെ ഒക്കെ ഉണ്ട് കർത്താവെ. അതുപോലെ മൂവ് ചെയ്യാൻ വയ്യാതെ വീൽ ചെയറിലിരിക്കുന്നവരെയും കർത്താവെ ഇത് കാണുന്നുള്ളതായിട്ട് കാണുന്നു. ദൈവമേ, വിശ്വാസത്തോടെ ദൈവത്തോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ഉത്തരം തരികയും പ്രാർത്ഥനകൾ കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ വചനത്തിലുള്ള ഓർത്ത് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻ കർത്താവെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു റിലീസ് യേശുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയൊരു വിടുതൽ നീ അയക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നീ രാജാവും കർത്താതി കർത്താവും സകല രക്ഷകനും സകല വീണ്ടെടുപ്പുകാരനുമായി ഈ ജീവിതങ്ങളിലൊക്കെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാളെയും ഇതേ സമയത്ത് നമ്മൾ വീണ്ടും വരുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പ്രയർ റിക്വസ്റ്റുകൾ, അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ വാട്സാപ്പ് നമ്പറിലോ ഇമെയിൽ ID-യിലോ നിങ്ങൾ അയക്കണം. തീർച്ചയായും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. See you tomorrow.